അപ്പോൾ വീണ്ടും പനി വന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട്, അതുപോലെ രാത്രി ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ജലദോഷവും പനിയൊക്കെ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് ഈ ഒരു ക്ലൈമറ്റിൽ. കാരണം പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര പൊടിയല്ലേ. അങ്ങനെ എനിക്ക് വീണ്ടും പനിയും ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റു, ഇപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടൊരു കോഫി കുടിക്കുമ്പോഴേക്കും ചെറിയ തൊണ്ട അടഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് മാറുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോഫിക്കുള്ള പാലൊന്ന് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതൊന്ന് തിളച്ചപ്പോഴേക്കും ഞാനത് കോഫി പൗഡറൊക്കെ ഇട്ട് കോഫി റെഡിയാക്കി എടുത്തു. പിന്നെ ഇത് ഒരു നീർദോശ എന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് അപ്പം പോലെ നമുക്ക് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ. അപ്പോൾ അത് ഞാനിവിടെ മാവരച്ചു. പിന്നെ ഒരു അരമണിക്കൂർ മാത്രമേ റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇച്ചിരി കട്ടിയാട്ടോ, എങ്കിലും സാരമില്ല, അങ്ങനെ വേഗത്തിൽ ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമുക്കൊരു ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അതായത് ഒരു കടായി ഒന്ന് അടുപ്പത്ത് വെച്ചു, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തതിന് ശേഷം കുറച്ച് കടുക് കിട്ടും. അതൊന്ന് പൊട്ടിയപ്പോഴേക്കും 250 ഗ്രാം ചെറിയ ഉള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഇതിലേക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ടു. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ 1 കിലോ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ചിക്കനിലേക്ക് നല്ല തിളച്ച വെള്ളം ഏകദേശം 1.5 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് നല്ലതുപോലെ കുറുകി വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. പിന്നെ ഞാൻ 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ലാസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ട് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ റെസിപ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചുട്ടെടുത്ത നീർദോശ. ശരിക്കും അപ്പച്ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുത്തത്, അതുകൊണ്ടാണ് ഈ ഒരു ഇതിലിരിക്കുന്നത്. പിന്നെ ഒരു കോഫി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ചിക്കൻ കറിയാണ്. പിന്നെ ഞാൻ കുറച്ച് ഈ നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. അപ്പം അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചിക്കൻ കറി തികയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മത്തിക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ 3 സവോള ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസിലെ തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ 2 കഷ്ണം ചെറിയ വെളുത്തുള്ളി. ചെറിയല്ല, കുറച്ച് വലിയ കഷ്ണം ആയതുകൊണ്ട് 2 പീസ് മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഒന്ന് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഏകദേശം 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് അതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ ഇതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ കുറച്ച് മത്തി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 4 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇതിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല നാടൻ കറിവേപ്പിലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നമ്മുടെ മത്തിക്കറിയിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മത്തിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, നല്ല മുളക് പൊടി, അതായത് നല്ല എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ തീ കുറച്ച് വെച്ചിട്ട്, തീ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിൽ പുളി പിഴിയാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ് കേട്ടോ. കുറച്ച് പുളിയൊക്കെ വേണം നമ്മുടെ മത്തി കറി ഉണ്ടാക്കുമ്പോൾ. പൊതുവെ നമ്മളിവിടെ അധികം മസാലയൊന്നും യൂസ് ചെയ്യത്തില്ല, പക്ഷെ മത്തിക്കറി ഉണ്ടാക്കുമ്പോൾ അതിന് പുളി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ അത്ര ഒരു രുചി ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുളിവെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, അടച്ചു വെച്ചു. ഇപ്പോൾ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മത്തി ഇതിലേക്ക് ചേർത്താൽ മതി. കാരണം മത്തി ചേർത്തതിന് ശേഷം ഒരു 8 മിനിറ്റൊക്കെ വെന്താൽ മതി കേട്ടോ, പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഓവർ കുക്ക്ഡൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം മാത്രം വച്ചിരുന്നാൽ മതി. അതുകൊണ്ട് തന്നെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ട് മാത്രം മത്തി ചേർത്താൽ മതി കേട്ടോ. എങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിവിടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് തീ വെച്ചിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ മത്തി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മത്തി ഫ്രൈക്കുള്ള ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മത്തിയിൽ നമ്മളിപ്പോൾ മിക്സഡ് ജാറിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള അതും, അതുപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി അത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മത്തിയിൽ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമുക്കിനി ഇത് ഒരു പാനൊന്ന് അടുപ്പത്ത് വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എളുപ്പത്തിൽ തന്നെ വേഗത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ റസ്റ്റ് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം നമ്മുടെ മത്തിക്കറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മത്തിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊരു തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വയ്ക്കാവുന്നതാണ്. 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴേ നമ്മുടെ മത്തിക്കറി റെഡി ആവും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മത്തിക്കറി ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ മത്തിക്കറി മത്തി ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ രാത്രി കഴിക്കാനായിട്ട് കുറച്ച് പൊറോട്ട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രാൻഡിൻ്റെ മൈദയാണ് എടുക്കാനായിട്ട്, എങ്കിൽ നല്ലതുപോലെ നമുക്ക് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ 1/4 to 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു. പിന്നെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് 6 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് എത്രയാണോ പൊറോട്ട ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് നമുക്കിതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് 1/2 മണിക്കൂറും കൂടെ നമുക്ക് റെസ്റ്റിന് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാം. കാരണം നമുക്കൊരു 9 മണിക്കൊക്കെ കഴിക്കാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഈ മാവൊന്ന് ഈ ബോൾസ് എടുത്ത് വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ റോളാക്കി ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് ദോശക്കല്ലിൽ ഇട്ടൊന്ന് ചുട്ടെടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചു വിട്ട് കോക്കനട്ട് ഓയിലിൽ നമുക്ക് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിനി ഇത് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉറങ്ങേണ്ട സമയമായി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും വരാം. നാളെ വരാം കേട്ടോ. ബൈ.